ഒരാളുടെ സ്വകാര്യതയിലേക്ക് നിങ്ങൾ എത്തി നോക്കരുതേ. ഇത് ഖുർആനാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. മൊബൈൽ ഹാക്ക് ചെയ്യുന്നതിനെ പറ്റിയാ പറയുന്നത്, വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നതിനെ പറ്റിയാ പറയുന്നത്. സ്വന്തം ഭർത്താവിന്റെ വാട്സപ്പ് ഒരു ഭാര്യ ഹാക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് അല്ല പറയുന്നത്. ഒരു ഭാര്യയുടെ മൊബൈൽ ഭർത്താവ് ഹാക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, പള്ളിയിലെ ഇമാമിന്റെ സ്വകാര്യതയിലേക്ക് നോക്കണ്ട കമ്മിറ്റിക്കാരാ, കമ്മിറ്റിക്കാരുടെ സ്വകാര്യതയിലേക്ക് നോക്കണ്ട ഇമാമേ, പൊതുജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കണ്ട പ്രിയപ്പെട്ടവരെ. ഒരാളുമാരുടെയും സ്വകാര്യതയിലേക്ക് നോക്കല്ലേ. ഇത് വിശുദ്ധ ഖുർആനിന്റെ ശക്തമായ താക്കീതാണ്. വലാ തജസ്സസൂ, നിങ്ങൾ ഒളിഞ്ഞു നോക്കരുത്, ചാരപ്പണി നടത്തരുത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസ് എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ മുന്നിൽ പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മത്താഫിന്റെ ഒരു മൂലക്ക് ഇബ്നു ഉമർ തങ്ങൾ ഇരിക്കുകയാ. ആരാണ് ഇബ്നു ഉമർ എന്നറിയുമല്ലോ? പ്രധാനപ്പെട്ട സഹാബിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മത്താഫിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കാരുണ്യത്തിന്റെ തിരുദൂതർ തവാഫ് ചെയ്യുകയാണ്. അള്ളാന്റെ ഹബീബ് കഅബാലയം ഇങ്ങനെ തവാഫ് ചെയ്തു കൊണ്ടുവരുമ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പെട്ടെന്ന് കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അവിടെ പറയുകയാണ്, റഅയ്തുൻ നബിയ യതൂഫു ബിൽ കഅബ. കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബത്തു ശരീഫയെ കാരുണ്യത്തിന്റെ തിരുദൂതർ അങ്ങനെ വലയം ചെയ്തു വന്നിട്ട് കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടെ പറയുകയാണ്, മാ അത്യബകി വ അത്യബ റീഹകി മാ അഅലമകി വ അഅലമ ഹുർമതകി. ഓ കഅബാലയമേ, നിന്റെ സൗരഭ്യം എത്ര വലുതാ, നിന്റെ സൗന്ദര്യം എത്ര വലുതാ, നീ എത്ര മനോഹരമാണ്, നീ എത്ര മനോഹരമാണ്. എന്തോ ഒരു സൗന്ദര്യമാണ് കഅബയെ, എന്തോ ഒരു സൗരഭ്യമാണ് കഅബയെ. അല്ലാഹു നിന്നെ ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു, നിന്നെ അംഗീകരിച്ചിരിക്കുന്നു. അല്ലാഹുവിന് വേണ്ടി ഭൂമി ലോകത്ത് ആദ്യമായി പണികഴിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ഭവനമാണ്. ആ കഅബാലയത്തേക്ക് നോക്കിയിട്ട് റസൂലുള്ള പറയുന്നു, നിന്നോളം മഹത്വമുള്ളത് വേറെന്താ ഉള്ളത്, നിന്നോളം മഹാത്മ്യമുള്ളത് ലോകത്ത് വേറെ ഏതാ ഉള്ളത്. ഇത് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞ വാക്കെന്തെന്നറിയോ? ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും തുർമുദിയും നിസായിയും കഴിഞ്ഞാൽ ലോകത്തുള്ള മുജാഹിദും ജമാഅത്തും തബ്ലീഗും സുന്നികളും അംഗീകരിക്കുന്ന സിഹാഹു സിത്ത എന്ന വിശാലമായ 6 പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമായ ഇബ്നു മാജയിലെ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ? കഅബാലയമേ, നീ എത്ര മനോഹരമാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദീ. ഈ മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരു സൃഷ്ടാവിന്റെ കയ്യിലാണോ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലഹുർമത്തുൽ മുഅ്മിനി. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ചെമ്മാടിനടുത്തുള്ള ഈ പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു സത്യവിശ്വാസി ഉണ്ടെങ്കിൽ അവന്റെ ബഹുമാനം, അവന്റെ ആദരവ്, അവന്റെ മഹത്വം, അവന്റെ ബഹുമതി അഅലമു ഇൻദല്ലാഹി ഹുർമതൻ മിൻകി. വിശുദ്ധ കഅബയെ നിന്നെക്കാൾ മഹത്വമാണ്. സുബ്ഹാനല്ലാഹ്. എന്തിനാ ചെറുപ്പക്കാരാ സോഷ്യൽ മീഡിയയിൽ അപവാദത്തിന്റെ കെട്ടഴിച്ചു വിടുന്നത്? ഏത് പേരിലായാലും എന്തിന്റെ പേരിലായാലും എന്തിനാണ് പൊന്നുമോനെ പണ്ഡിതന്മാരെ പറ്റി, സാദാത്യങ്ങളെ പറ്റി, ഏത് കാര്യത്തിന്റെ പേരിലായാലും ഇല്ലാത്തത് പറഞ്ഞെന്തിനാണ് നീ നിന്റെ അമല നഷ്ടപ്പെടുത്തുന്നത്? ഒരു സയ്യിദിന്റെ ബഹുമതി അറിയോ? ഒരു പണ്ഡിതന്റെ മഹത്വം അറിയോ? അല്ല. ചമ്മാറ്റത്തെ ചുമട് തൊഴിലാളിയായ തിരൂരത്തെ മാർക്കറ്റിൽ ചുമടെടുക്കുന്ന ഒരു വിശ്വാസിയുടെ മഹത്വം എത്രയാണെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, കഅബാലയത്തെക്കാൾ മഹത്വമാണ്. നിഷേധിക്കാൻ ലോകത്തൊരു വിശ്വാസിക്ക് കഴിയില്ല. ഇത് പറഞ്ഞത് വഹയിന്റെ സന്ദേശ നായകനാണ്, കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. 7 ആകാശങ്ങൾക്ക് മുകളിൽ, സപ്തവാനങ്ങൾക്ക് മുകളിൽ നിന്ന് സന്ദേശം വന്നില്ലെങ്കിൽ ഒരക്ഷരം അവിടത്തെ ചെഞ്ചുണ്ടുകൾ കൊണ്ട് പറയാത്ത മുത്തുനബിയാണ്. അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലെ കടന്നു വരാത്ത മുത്തുമണിയേ, മഹാനായ നബി മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് പറയുകയാണ്, കഅബാലയത്തെക്കാൾ മഹത്വം ആർക്കുണ്ട്? ഒരു സത്യവിശ്വാസിക്കുണ്ട്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, മാലുഹു, അവന്റെ സമ്പത്ത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ആ സമ്പത്ത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ആ സമ്പത്തിന് ആദരവ് കൊടുക്കേണ്ടതാണ്. വഹബദമുഹു, അവന്റെ രക്തം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. വഅയ്യലുന്ന ബിഹി ഇല്ലാ ഖൈറാ, ഒരു വിശ്വാസിയെ പറ്റി നല്ലതല്ലാതെ ചിന്തിക്കാൻ പാടില്ല. കഅബാലയത്തെക്കാൾ മഹത്വമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതെങ്കിലും വിവരം കെട്ട ഒരുത്തൻ പരിശുദ്ധ കഅബയുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഇത് പൊളിക്കണം, ഇതിന്റെ അകത്ത് വേറെന്തോ സാധനമുണ്ട് എന്നൊക്കെ പറഞ്ഞ നമുക്ക് അവനോടുള്ള അമർഷം തീരാത്തതല്ലേ? കഅബയെ പറ്റി മോശമായി പറയുന്നവൻ ആ കഅബാലയത്തെ പറ്റി വളരെ നികൃഷ്ടമായിട്ട് ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു കുറിപ്പ് പേജിലോ സ്റ്റേജിലോ ഇടുകയോ പറയുകയോ ചെയ്താൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. ആ കഅബയേക്കാൾ മഹത്വമല്ലേ ഈ ഇരിക്കുന്ന മുസ്ലിങ്ങൾക്ക്? ഈ എന്റെ മുന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ബഹുമാനം, ആദരവ് ഈ കഅബയേക്കാൾ മഹത്വം ഉള്ളതാണെന്നല്ലേ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാണ് ഒരു മനുഷ്യന്റെ ഔറത്തിലേക്ക് നമ്മൾ എത്തി നോക്കുന്നത്? എന്തിനാണ് നമ്മളൊരു മനുഷ്യന്റെ ഔറത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തി നോക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു വിശ്വാസിയെ നമ്മുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ അനുവദിക്കരുത്. ഒരിക്കൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്, മസ്ജിദുൻ നബവിയിൽ. നമുക്കത് കാണാനും അവിടെ ചെല്ലാനും ഒരു 10 മിനിറ്റെങ്കിലും നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദിൻ നബവി ശരീഫി എന്ന് പറഞ്ഞ് ആ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ചെന്ന് ഇരുന്ന് ഒന്ന് ഇഅ്തികാഫിരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഒരു 10 മിനിറ്റെങ്കിലും പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഅ്തികാഫിരിക്കുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സഫിയ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് രാത്രി ചെന്നു. പള്ളി തൊട്ടടുത്താണ്. മസ്ജിദുൻ നബവിയും ആയിഷ ബീവിയുടെ വീടിന്റെയും ദൂരമെന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ എന്നറിയോ? എത്ര കിലോമീറ്റർ? മസ്ജിദുൻ നബവിയും ആയിഷ ബീവിയുടെ വീടും തമ്മിൽ, മസ്ജിദുൻ നബവിയിൽ നിന്ന് ആയിഷ ബീവിയുടെ വീട്ടിലേക്കുള്ള ദൂരം ഒരു കർട്ടന്റെ ദൂരമാണ്. ഒരൊറ്റ കർട്ടന്റെ ദൂരം. ഇത് മസ്ജിദുൻ നബവി ആണെങ്കിൽ ഈ കർട്ടന്റെ അപ്പുറത്ത് ആയിഷ ബീവിയുടെ വീടാണ്. ബാക്കി ഭാര്യമാരുടെ വീടോ? സാധാരണ ഒന്നിലധികം കെട്ടുന്നവരുടെ കാര്യം അറിയാം. ഒന്ന് സിംഗപ്പൂരായിരിക്കും, ഒന്ന് ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നങ്ങ് തിരുവനന്തപുരത്തായിരിക്കും, ഒന്ന് കോഴിക്കോടായിരിക്കും. കാരണം രണ്ടും കൂടെ ചേരൂലല്ലോ. പക്ഷേ ഹുജറാത്ത് എന്ന് പറയുന്ന അധ്യായം, അതിന്റെ അർത്ഥം തന്നെ കുടിലുകൾ എന്നാണ്. കുടിലുകൾ, അൽ ഹുജറാത്ത് എന്ന് പറഞ്ഞ കുടിലുകൾ. എന്താ ഈ കുടിലുകൾ എന്ന് പറഞ്ഞാൽ? അത് മസ്ജിദ് നബവിയുടെ 4 ഭാഗത്തുള്ള ചെറ്റക്കൂരകളെ പറ്റി പറയുന്ന പേരാണ് അൽ ഹുജറാത്ത്. അത് ആരുടെ വീടാ? മുസ്തഫായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീടാണ്. എല്ലാം അടുത്തടുത്താണ്. ആ അടുത്തടുത്ത വീടുകളിൽ നിന്ന് സഫിയ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നു. ഇന്നത്തെ പോലെ കെട്ടിടങ്ങളൊന്നും നിങ്ങളുടെ സങ്കല്പത്തിൽ വരണ്ട. 4 ഭാഗത്തും വിശാലമായ മണൽത്തരികൾ. അങ്ങനെ ആ സഫിയ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ കാണാൻ വേണ്ടി വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മദീനക്കാരായ 2 പേര്, അൻസാരികൾ, സഹാബാക്കളാണ്. അവർ യാദൃശ്ചികമായി ഇങ്ങനെ നടന്നു വരികയാണ്. രാത്രിയാണ്. അവ നബി തങ്ങളും ഒരു പെണ്ണും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് ഇവർ 2 പേരും നടത്തത്തിന് വേഗത അങ്ങോട്ട് കൂട്ടി. ഒരൊറ്റ പോക്കാണ് ഇവർ 2 പേരും കൂടി. ഇതാര് കണ്ടു? ആരംഭപ്പൂവായ ഹബീബ് കാണുകയാണ്. പെട്ടെന്ന് സഫിയ ബീവിയോടുള്ള സംസാരം നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ റിസ്ലികുമാ, നിക്കണേ നിക്കണേ, ഓടല്ലേ ഓടല്ലേ, ഒന്ന് നിക്ക്. എന്നിട്ട് അവര് നിന്നു. എന്താ റസൂലേ? ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ഞങ്ങൾ നിന്ന് പറഞ്ഞാലും നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്നഹാ സഫിയത്തു ബിന്തു ഹുയയ്യ്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ഇതെന്റെ ഭാര്യ സഫിയയാണ് കേട്ടോ. ഇത് കേൾക്കേണ്ട താമസം പൊട്ടിക്കരഞ്ഞു പോയ സഹാബാക്കൾ. എന്താ നബിയെ നിങ്ങൾ ഈ പറയുന്നത്?
നിങ്ങൾ എന്തായി സംസാരിച്ചത്? ഞങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് ചിന്തിച്ചു പോയോ നിങ്ങൾ? മുത്തുനബിയെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഭാര്യയാകട്ടെ ആകാതിരിക്കട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്നാണോ നിങ്ങൾ ഞങ്ങളെ പറ്റി കരുതിയത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നി ഖശീതു അൻ യഖദിഫ ഫീ ഖുലൂബികും ശർറാ ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ കൽബിൽ ശൈത്താൻ എന്തെങ്കിലും ഇട്ട് തന്നാലോ എന്ന് ഞാൻ പേടിച്ചു പോയി. കാരണം ശൈത്താൻ ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കും. ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം. എവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ അവിടെയൊക്കെ ശൈത്താൻ ഓടും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചാലോ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നതാണ്, ഇതെന്റെ സൊഫിയ എന്ന എന്റെ സ്വന്തം ഭാര്യയാണ്. എന്താ അതിന്റെ അർത്ഥം? ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒരു മനുഷ്യൻ തെറ്റിദ്ധാരണ പോലും ഉണ്ടാകാൻ പാടില്ലെന്നാണ്. എത്തി നോക്കുന്നതല്ല, തെറ്റിദ്ധരിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. അതാണ് കഅബാലയത്തിന്റെ മഹത്വത്തെക്കാൾ മഹത്വമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുൻ നബിഹി ഇല്ലാ ഖൈറാ. വിശ്വാസികളെ പറ്റി നല്ലതേ ഭാവിക്കാവൂ. അവൻ അങ്ങനെ ആയിരിക്കും, അവൻ ഇങ്ങനെ ആയിരിക്കും. ഇജ്തനിബു. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞെന്താ? ഇജ്തനിബു, നിങ്ങൾ വെടിയണം കസീറം മിനല്ലന്ന്. നിങ്ങൾ തെറ്റിദ്ധാരണ വെടിയണം. കാരണം എന്താണ്? തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോഴാണ്, അതിന്റെ ഒരാളെ തെറ്റിദ്ധരിക്കുമ്പോഴാണ് പിന്നെ ജാസൂസിന്റെ പണി നടത്തുന്നത്. ഒരാളെ നമുക്ക് ഡൗട്ടായി കഴിഞ്ഞാൽ അയാളെ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു പറഞ്ഞ് പിന്നാലെ നമ്മൾ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് പരദൂഷണമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് ശ്രദ്ധിച്ചറിയാം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനല്ലന്ന്, നിങ്ങൾ ഊഹാപോഹങ്ങൾ മാറ്റിവെക്കും. ഊഹാപോഹങ്ങൾ മാറ്റിവെക്ക്. കാരണം വലാ തജസ്സസു, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ജാസൂസിന്റെ പണി നടത്തരുത്, ഒരാളുടെ സ്വകാര്യതയിൽ എത്തി നോക്കരുത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് ഗീബത്തിനെ പറ്റിയാണ്. എന്താ അതിന്റെ അർത്ഥം? ഈ മൂന്ന് കാര്യങ്ങളെ ചേർത്ത് വെച്ച് നോക്കിയേ. ആദ്യം പറഞ്ഞത് ഊഹം, തെറ്റിദ്ധാരണ, രണ്ടാമത് പറഞ്ഞത് ചാരപ്പണി, മൂന്നാമത് പറഞ്ഞത് പരദൂഷണം. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ഒരു മനുഷ്യൻ ഒരാളെ പറ്റി ഊഹിച്ചാൽ, മോശമായ ധാരണകൾ വന്നാൽ, അവൻ പിന്നീട് അവന്റെ സ്വകാര്യതയിലെത്തി നോക്കും. സ്വകാര്യതയിലെത്തി നോക്കിയാൽ പച്ചയ്ക്കൊരു മനുഷ്യന്റെ ശവശരീരം തിന്നുന്നത് പോലത്തെ വലിയ മഹാപാതകത്തിൽ അവൻ ഇരയാകും. അത് പരദൂഷണമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വഴിയരികിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഈ 2024 ഡിസംബർ മാസത്തിൽ ഇത് പ്രസംഗിക്കുമ്പോ, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോ, ഏത് വിഷയത്തിന്റെ പേരിലായാലും ഈമാനുള്ള മുഅ്മിനെ, സത്യവിശ്വാസിയെ, ഒരിക്കലും നീ ഈ വിഷയത്തിൽ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. നെവർ മൈൻഡ് ആയിട്ട് കാണാൻ പാടുള്ളതല്ല. വഴിയരികിൽ ഒരു പെണ്ണും ചെക്കനും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന രംഗം കാണുകയാ. അവര് സന്തോഷിക്കുകയാണ്, സല്ലപിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ശരീരത്തിന്റെ ചോര ഇങ്ങനെ തിളച്ചുയരാൻ തുടങ്ങി. ചാട്ടവാറ് വലിച്ചെടുത്തു. ഓടിച്ചെന്നിട്ട് ചെറുപ്പക്കാരന്റെ നേരെ ചാട്ടവാർ ഓങ്ങുമ്പോ അവന് ചാടി എഴുന്നേറ്റു പറഞ്ഞു, ഉമർ തങ്ങളെ, അമീറുൽ മുഅ്മിനീൻ, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. യാ അമീറുൽ മുഅ്മിനീൻ, എന്താ നിങ്ങൾ എന്നെ മർദ്ദിക്കുന്നത്? എന്ത് തെറ്റ് ഞാൻ നിങ്ങളോട് ചെയ്തു? ഇതെന്റെ സ്വന്തം ഭാര്യയല്ലേ എന്ന് ചോദിച്ചപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? അലാ ഹൈസു ലാ യറാക അഹദും മിനന്നാസ്, ജനങ്ങളെ കാണാത്തിടത്ത് പോയിരുന്ന് കെട്ടിപ്പിടിച്ചൂടെ നിനക്ക്? ആരെ? സ്വന്തം ഭാര്യയെ കെട്ടിപ്പിടിക്കണമെങ്കിലോ, സ്വന്തം ഭാര്യയോട് എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്നെങ്കിൽ അത് വീട്ടിനകത്തായിക്കൊള്ളണം, പുറത്താകരുത്. എന്നാ നിന്നെ ഞാൻ മർദ്ദിക്കുമെന്ന് പറഞ്ഞ് ചാട്ടവാറ് പൊക്കിപ്പിടിച്ച ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയാതെ പറഞ്ഞ എന്താണെന്നറിയോ? വഴിയെ പോകുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. അവര് പിന്നീട് എന്ത് ചെയ്യും? ഒരു പെണ്ണും ചെക്കനും കൂടി അവിടെ വേണ്ടാത്തതൊക്കെ ചെയ്യുന്നു. അത് സ്വന്തം ഭാര്യയായിരിക്കാം. പക്ഷേ ഇവൻ എന്ത് ചെയ്യുമെന്നറിയോ? അടുത്ത് നിൽക്കുന്നടുത്ത് പറയും, കണ്ടോ കണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ എന്ന് പറയും. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഇങ്ങനെ ചാരപ്പണി നടത്തും, ഒളിഞ്ഞു നോക്കും. ആ ഒളിച്ചു നോട്ടം തെറ്റാണ്. ഒരു മനുഷ്യനെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ നിൽക്കുന്ന എന്റെ ഭാര്യ സൊഫിയയാണെന്ന് നബിതങ്ങളും ഈ ഇരിക്കുന്നത് എന്റെ ഭാര്യയാണെന്ന് ഉമർ തങ്ങളുടെ മുന്നിൽ പറഞ്ഞപ്പോൾ, എന്തിന് നീ വീട്ടിനകത്ത് ചെയ്യേണ്ടത് പുറത്തു കാണിക്കുന്നു എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ചാട്ടവാറ്, ചമ്മട്ടി പ്രകരം നടത്താൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? ഒരാളും മറ്റൊരാളെ പറ്റി സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പാടില്ല എന്ന ഖുർആനിന്റെ ശക്തമായ ഭാഷ ലോകത്ത് പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ട്രെയിനിലോട്ടൊന്ന് കയറി നോക്ക്.
പഠിക്കാൻ പോകുന്ന മക്കൾ നമ്മൾ എത്ര കണ്ണുപൂട്ടി നടന്നാലും, നമ്മൾ എത്ര കാണണ്ടാന്ന് ചിന്തിച്ച് നടന്നാലും, സ്വന്തം കണ്ണിന്റെ മുമ്പിൽ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാര് ചെയ്യാൻ മടിക്കുന്നത് പോലും പരസ്യമായിട്ട് ചെയ്യുന്നു. ഞാനൊരു കാര്യം കൂടി തുറന്നങ്ങ് പറയട്ടെ, ഇങ്ങനെ പുറത്തിറങ്ങി നിങ്ങൾക്ക് ഒരു വിഷമവും തോന്നണ്ട. ഇത് ലോകം മൊത്തം കേൾക്കുകയാണ്, അതിന് ഉത്തരവാദി നിങ്ങളാണ്, ഞാനല്ല ലൈവ് വെച്ചത്. ഞാൻ പറയുന്ന കാര്യം വളരെ ശരിയാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കൂ. 98% വരുന്ന പുറത്തിറങ്ങിയിട്ട് തോളിൽ കൈയിട്ട് പുറത്ത് നിൽക്കുന്ന പ്രായമുള്ള ആളുകൾക്ക് ഇക്കിളിപ്പെടുത്തുന്ന നിലയിലുള്ള മോശമായ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്നതിൽ 98% വരുന്നത് മുസ്ലിം സമുദായത്തിന്റെ തട്ടമിട്ട പെൺകുട്ടികളാണ്. യാതൊരു തർക്കവും ഇല്ല. ചെമ്മാടും പിന്നെ എന്താ ഈ സ്ഥലത്തിന്റെ പേര്? ചക്കിപ്പറമ്പ്, കരിപ്പറമ്പ്. ഈ കരിപ്പറമ്പിലും അതുപോലെ തന്നെ ചെമ്മാടും പരിസര പ്രദേശങ്ങളിലും മാത്രം ഇട്ടാവട്ടത്തിൽ കഴിയുന്ന ആളുകൾക്ക് ഇത് തിരിയണമെന്നില്ല. നമ്മളെ പോലെ നൈരന്തര്യ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കണ്ണിൽ തുളച്ചു കയറുന്ന കാഴ്ചകളാണ്. പരസ്പരം വാരി പുണർന്നിട്ട് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് പരസ്പരം ചെറുപ്പക്കാരന്റെ മടിയിൽ കിടക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി ചെറുപ്പക്കാരിയുടെ മടിയിൽ കിടന്നിട്ട് ചെറുപ്പക്കാരി പേൻ നോക്കി കൊടുക്കുന്ന കോളേജ് കുമാരിമാര്, ഇതിൽ 98% തലയിൽ തട്ടമിട്ടവരാണ്. വയലിന് വല്ല കുറവുണ്ടോ? മജ്‌ലിസിന് പറഞ്ഞ കുറവുണ്ടോ? ചാപ്പാടിന് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. പക്ഷെ ഇതൊന്നും ആരുടെയും ഹൃദയത്തിലേക്ക് കയറുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഇതാണ് എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഗൗരവത്തോടെ കാണുക. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാളുടെ ഔറത്തിലേക്ക് നമ്മൾ പോകരുത്. ചില ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, എന്താണെന്നറിയോ? അവൻ എന്ത് ചെയ്യുന്നു, ഇവൻ എന്ത് ചെയ്യുന്നു നോക്കുന്നത്. അതിന്റെ ഗൗരവം കൂടി കേട്ടോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ഒരിക്കലും ഒരാളുടെ സ്വകാര്യതയിലേക്ക് നീ ഒളിഞ്ഞു നോക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ? അവരുടെ ജീവിതമാണ്, എന്തോ ആയിക്കൊള്ളട്ടെ. നമ്മുടെ ഡ്യൂട്ടി അതല്ല. ഒരു മനുഷ്യന്റെ പിന്നാലെ നടന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല, സ്വകാര്യതയിലേക്ക് നോക്കാൻ പാടില്ല. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് മസ്ജിദുൻ നബവിയുടെ മിമ്പറിലേക്ക് കയറുകയാ. എന്നിട്ട് ധീരമായൊരു പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗത്തിനെ പറ്റിയിട്ട് കിതാബുകളിൽ കാണാൻ കഴിയുന്നത് അബൂദാവൂദ് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പ്രസംഗിക്കുന്നത് മദീനയിലെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്നാണ്. ആ പ്രസംഗം ആര് കേട്ടെന്നറിയോ? അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള സ്ത്രീകൾ മുഴുവനും കേൾക്കുകയാണ്. മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് റസൂലുള്ള പ്രസംഗിക്കുന്നത് അതിന്റെ 4 ഭാഗത്തുള്ള വീടുകളിൽ ഇരിക്കുന്ന മുഴുവൻ സ്ത്രീകളും കേൾക്കുകയാ. എല്ലാവരും അത്ഭുതപ്പെട്ടു, സംഭീതരായി, പരിഭ്രമചിത്തരായി. അവർ ആകാംക്ഷയോടെ കേട്ടു, എന്താ റസൂൽ പ്രസംഗിക്കുന്നത്? മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അവിടെയുള്ള മുഴുവൻ വീട്ടിലുള്ള പെണ്ണുങ്ങളും കേൾക്കുന്ന രീതിയിൽ ഉച്ചത്തിലാണ് പറഞ്ഞത്. ഇന്നത്തെ പോലെ മൈക്ക് സിസ്റ്റം ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം 4 ഭാഗത്തുള്ള വീടുകളിലെ അറക്കകത്തിരുന്ന്, വീടിന്റെ ഉള്ളറകളിലിരുന്ന് ആ സ്ത്രീകൾ മുഴുവനും കേൾക്കുന്ന നിലയിൽ ഉച്ചത്തിൽ റസൂലുള്ള പ്രസംഗിക്കുകയാ. എന്താ റസൂൽ പ്രസംഗിച്ചതെന്നറിയോ? യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബാ. നാവ് കൊണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൽ ഈമാനെ കയറാത്ത ആളുകളെ ആരെയാണ് വിളിച്ചത്? ഇന്ന് ഞാൻ ചെമ്മാട്ടത്തെയും ഈ നാട്ടിലെയും ആളുകളോട് ചോദിക്കുന്നു, നിങ്ങൾ മൂമിനാണോ? ആവേശത്തോടെ പറയും, ഞാൻ മൂമിനാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ്. ഒരു തർക്കവും അതിലില്ല. പക്ഷേ ഇതെല്ലാം നാവിലെ ഉള്ള ഖൽബിലേക്ക് ഈമാൻ കയറിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, ഈമാൻ ഖൽബിൽ കയറാത്തവരെ, നാവ് കൊണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഖൽബിൽ ഈമാൻ കയറാത്തവരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ പറ്റി പരദൂഷണം പറയരുത്. വലാ തസ്ബഉ ഔറാതിഹിം, ഗൗരവത്തോടെ കേൾക്കണേ ചെറുപ്പക്കാരാ, ഗൗരവത്തോടെ കേൾക്കണേ സുന്നി മക്കളെ, ഗൗരവത്തോടെ കേൾക്കണേ പ്രിയപ്പെട്ട സംഘാടകരെ. അല്ലാഹുവിന്റെ ഹബീബ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ച പ്രസംഗമാണ്. മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഈ ഈമാന ഖൽബിൽ കയറാതെ നാവ് കൊണ്ട് മുഅ്മിനാണെന്ന് പറയുന്ന ജനങ്ങളെ, നിങ്ങൾ ഒരാളുടെയും ഔറത്ത് നോക്കി നടക്കരുത്. അവന്റെ സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കരുത്. അവനെ നിങ്ങൾ ഹാക്ക് ചെയ്യരുത്. അവന്റെ ഖൽബിനകത്ത് എന്താണെന്ന് നീ അന്വേഷണം നടത്തരുത്. അവൻ എന്ത് പറയുന്നു, ആരോട് മിണ്ടുന്നു, രാത്രി എവിടെ പോകുന്നു, പകൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നീ നടക്കരുത്. എന്തുകൊണ്ടെന്നറിയോ? ആര് ഒരാളുടെ സ്വകാര്യതയുടെ പിന്നാലെ നടക്കുന്നുവോ, അല്ലാഹു അവന്റെ പിന്നാലെ നടക്കുമെന്നാണ്. ഞാൻ ഒരാളുടെ ന്യൂനത നോക്കി നടന്നാൽ, ഞാൻ ഒരാളുടെ സ്വകാര്യത അന്വേഷിച്ച് നടന്നാൽ, അള്ളാന്റെ മുത്തു പറയുകയാണ്, എന്റെ ന്യൂനതയും സ്വകാര്യതയും അള്ളാഹു ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കുന്നതാ. എന്റെ വിഷയത്തിൽ അള്ളാഹു ചാരപ്പണി നടത്തുന്നതാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു നിർത്തുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഔറത്തിന്റെ പുറകെ അള്ളാഹു നടന്നാൽ, അവനവന്റെ വീട്ടിൽ കഴിയുന്നവനാണെങ്കിൽ അവനെ വീട്ടിനകത്ത് വെച്ച് അല്ലാഹു ഫളീഹത്തിലാക്കുമെന്ന്. ആരംഭപ്പൂവേ, ആമിനയുടെ പൊന്നുമോനെ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിലൊരു കുറവും വരുത്തണ്ട, സ്വലാത്തിൽ ഒരു കുറവും വരുത്തണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഞാൻ ഒരാളുടെ പിന്നാലെ നോക്കി നടക്കുകയാണ്. അയാൾ എവിടെ പോകുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ എന്തിനാ നമ്മളത് ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരാളുടെ പിന്നിൽ ഞാൻ നടക്കാൻ തുടങ്ങിയാൽ എന്താ അള്ളാഹു തരുന്ന ശിക്ഷ എന്നറിയോ? അള്ളാഹ് എന്റെ പിന്നാലെ വരും. അള്ളാഹ് എന്റെ പിന്നാലെ വരും. ഞാൻ ഒരു മനുഷ്യന്റെ ന്യൂനത നോക്കി നടക്കുമ്പോ അള്ളാഹ് എന്റെ ന്യൂനത നോക്കി വരും. അള്ളാഹ് ഒരാളുടെ ന്യൂനതയിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഫ്ലഹു, അവനെ അള്ളാഹ് ഫളീഹത്തിലാക്കും, നാശത്തിൽ അള്ളാഹ് എത്തിക്കും. ഇനി അവൻ പുറത്തു പോണ്ട, അവൻ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് കൊഞ്ചിക്കൊഴയേണ്ട, അവൻ ഏതെങ്കിലും നിലയിൽ ജനങ്ങളുമായിട്ട് സഹകരിക്കണ്ട. വലൗ ഫി ബൈത്തിഹി, ഇനി അവൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാതിരുന്നാലും മതി, വീട്ടിനകത്ത് വെച്ച് അള്ളാഹു അവനെ ഫളീഹത്തിലാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ എങ്ങ് പോണ്ട. നമ്മൾ പറയും, ഞാൻ എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് വീട്ടിലല്ലേ കഴിയുന്നത്, അതുകൊണ്ട് എനിക്ക് ഒരു പെണ്ണ് കേസും ഉണ്ടാവൂല. എന്റെ ജോലി എന്താ? രാവിലെ ഇറങ്ങുക, കാർ എടുക്കുക, ഏതെങ്കിലും ഒരുത്തനെ ഫോക്കസ് ചെയ്യുക, അവ ഏതൊക്കെ വീട്ടിൽ പോകണം, ഏതൊക്കെ പെണ്ണുങ്ങളെ വിളിക്കുന്നു, ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകുന്നു, ഏത് ഓഫീസിൽ പോകുന്നു, ഏത് സംഘടനയോടൊപ്പം പോകുന്നു, ഏത് പാർട്ടിയോടൊപ്പം പോകുന്നു എന്നും പറഞ്ഞ് അവന്റെ പിന്നാലെ ഇങ്ങനെ ഒരു CID പോലെ നടക്കാൻ തുടങ്ങിയാൽ അള്ളാഹ് നിന്റെ പിന്നാലെ വരും. അള്ളാഹ് നിന്റെ പിന്നാലെ വന്നാൽ എന്താണ്? നീ പുറത്തിറങ്ങിയില്ലെങ്കിൽ പോലും നിന്റെ വീടിന്റെ ബെഡ്റൂമിൽ, സ്വകാര്യ റൂമിൽ വെച്ച് നിന്റെ സ്വകാര്യത അള്ളാഹു തആല നശിപ്പിക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇത് അള്ളാന്റെ റസൂൽ എപ്പോ പറഞ്ഞതാ? മസ്ജിദ് നബവിയിൽ ഈ കാര്യം പറയുമ്പോൾ വികാരത്തോടുകൂടി റസൂലുള്ളാന്റെ ഈ പ്രസംഗം പരിസരത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളും കേട്ടു എന്നാണ്. അത്രയും ഉച്ചത്തിലായിരുന്നു നബി തങ്ങൾ പ്രസംഗിച്ചത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് വേറെ ജോലിയാ സഹോദരങ്ങളെ. നമ്മൾ ഒരാളുടെ പിന്നാലെ നമുക്ക് ഉപദേശിക്കാം, നമുക്ക് പ്രസംഗിക്കാം, ഈ കാര്യങ്ങളെ പറ്റി നന്നായിട്ട് പ്രസംഗിക്കാം, ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാം. ഒരാൾ തെറ്റിലേക്ക് പോയാൽ അയാളെ ഉപദേശിക്കാം. പക്ഷെ ഉപദേശം എങ്ങനെയാണ്? 3 രീതിയിലാണ്. ഒന്ന്, അവന്റെ കൈ കൊണ്ട് ഒരുത്തൻ കഞ്ചാവ് വലിക്കാൻ, ഒരുത്തൻ സിഗരറ്റ് മദ്യപിക്കുകയാണ്, ഒരുത്തൻ MDM ഉപയോഗിക്കുകയാണ്. അവൻ ആദ്യം എന്തു വേണം? നിനക്ക് പറ്റുമെങ്കിൽ ആ കുപ്പി വാങ്ങിയിട്ട് ഒരൊറ്റ ഏറങ്ങിറങ്ങേക്ക്. ഈ കഴിഞ്ഞ തിരുവോണ നാളില് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കള്ള് വിറ്റഴിക്കപ്പെട്ടത് എവിടാണ്? പറഞ്ഞോളി, പത്രം വായിക്കൂലേ? ഈ കഴിഞ്ഞ തിരുവോണ നാളില് ഏറ്റവും കൂടുതൽ കള്ള് വിറ്റഴിക്കപ്പെട്ടത് കേരളത്തിൽ തിരൂരാണ്. ഞാനിത് 2 വേദിയിൽ പറഞ്ഞു, പുറത്തല്ല, ഇവിടെ തന്നെ. 2 വന്നൊരു സഹോദരൻ ഇന്ന് എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഒരു ചെറിയ സങ്കടമുണ്ട്, ഇനി അത് പറയരുത്. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? അത് തിരൂരുകാരുടെ കുഴപ്പമല്ല, കുറ്റിപ്പുറത്ത് ബിവറേജ് കോർപ്പറേഷൻ ഇല്ല, പരപ്പനങ്ങാടിയിൽ ഇല്ല, പരിസരത്തെങ്ങുമില്ല. എല്ലാ ആളുകൾക്കും കൂടി അള്ളാഹു കൊടുത്ത ഒരെണ്ണമാണ് തിരൂരിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും കൂടെ വന്ന് വാങ്ങുമ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിപ്പോയി എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നമുക്ക് ഉപദേശിക്കാം. അവന്റെ കയ്യിരിക്കുന്ന കുപ്പി വാങ്ങിയിട്ട് വലിച്ചെറിയാം. ചിലപ്പോ ചെക്കന്മാരാണ് നമ്മളെ വെച്ച് കടത്തിക്കളയും, ഒന്നും പറയാൻ പറ്റില്ല. മൊബൈല് ചോദിച്ചിട്ട് കൊടുക്കാതെ വന്നപ്പോ ഉമ്മാടെ കഴുത്തങ്ങ് മുറിച്ച് കളഞ്ഞു മോൻ. ഒരുതരം ഭ്രാന്താണ് കുട്ടികൾക്ക്, ഒരുതരം ഭ്രാന്താണ്. സ്കൂള് വിട്ട് വന്നാൽ, എന്റെ 2 പെമ്മക്കള് സ്കൂള് വിട്ട് വന്നാൽ ഓടി വന്നു കഴിഞ്ഞാൽ ഓടി വരും. എന്തിനാണെന്നറിയോ? ഓടി വന്നിട്ട് ഖുർആൻ എടുക്കാനല്ല, ഓടി വന്നിട്ട് നിസ്കരിക്കാനല്ല. എന്റെ ഫോൺ തൊടില്ല. അപ്പൊ ഉമ്മാടെ ഫോൺ എടുക്കണമെങ്കിൽ ഓടി വന്ന് ആദ്യം എടുക്കുന്നവർക്കാണ് ഫോൺ, ആദ്യം എടുക്കുന്നവർക്കാണ് ഫോൺ. അപ്പൊ ആ ഫോൺ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങി ഓടി വന്നിട്ട് ഫോൺ എടുക്കാൻ. അപ്പൊ ഈ 6-7 മണിക്കൂർ സ്കൂളിൽ ഇരിക്കുമ്പോഴും ചിന്ത, ഓടി പോകണം, ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങണം, വീട്ടിലേക്ക് ഓടി കയറണം, പെട്ടെന്ന് മൊബൈൽ എടുക്കണം. ഇതാണ് മക്കളെ അവസ്ഥ. ആലോചിച്ച് നോക്കിയേ. ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാ വീട്ടിലും, തങ്ങന്മാരെ വീട്ടിൽ പോയാൽ തങ്ങളുടെ ചെറിയ തങ്ങളുട്ടി ഫോണിലായിരിക്കും. പ്രസംഗിക്കുന്നവന്റെ വീട്ടിൽ പോയാൽ പ്രസംഗിക്കുന്നവന്റെ കുട്ടികളൊക്കെ ഫോണിലായിരിക്കും. ഏത് വീട്ടിൽ പോയാലും നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. നമുക്കത് പിടിച്ച് വാങ്ങി മാറ്റിവെക്കാം. കുട്ടികളുടെ ആ മസ്തിഷ്കത്തെ നമുക്ക് ഇപ്പോഴേ ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റും. കഴിഞ്ഞില്ലെങ്കിലോ? ഒരുത്തൻ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്റെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങി വലിച്ചെറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. അവൻ നമ്മൾ ഉപദ്രവിക്കുമെന്ന് ഭയമുണ്ടെങ്കിൽ രണ്ടാം ഓപ്ഷൻ. ഒന്ന് യദിഹി, കൈകൊണ്ടാണ്. പറ്റിയില്ല. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? എടാ, ഇത് തെറ്റാണ് മോനെ, നിനക്ക് പറയുമ്പോ ദേഷ്യം വരും, നീ എന്നെ ചീത്ത പറയും, പക്ഷെ എന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുകയാണ്. മോൻ ഇത് അവസാനിപ്പിക്കണം. മോനെ, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നീ മദ്യപിക്കരുത്, നിനക്ക് ഭാര്യയും മക്കളും ഉണ്ടാകേണ്ടതാണ്, നീ കഞ്ചാവ് വലിക്കരുത്, MDM ഉപയോഗിക്കരുത്, ഇതൊക്കെ നിന്റെ ശരീരത്തിന് ഹാനികരമാണ്. ഇതൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിക്കാൻ നോക്കണം. അതിലൊന്നും അവൻ നന്നാവൂലെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 3 ഓപ്ഷനെ ഇസ്ലാമിലുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ഔബി ഖൽബിഹി, അവനോടുള്ള സഹകരണം അങ്ങ് മാറ്റിയേക്കണം. അല്ലാതെ അവനെ നരകത്തിലാക്കുന്ന ജോലി നമുക്കില്ല, അവനെ നരകത്തിലാക്കുന്ന ഡ്യൂട്ടി നമുക്കില്ല, അവനെ മഹല്ലിന്ന് പിടിച്ച് പുറത്താക്കുന്ന ജോലി നമുക്കില്ല. എന്തുകൊണ്ട്? ബനു ഇസ്രയേലികളിൽപ്പെട്ട 2 സഹോദരങ്ങളുടെ കഥ സഹാബത്തിനോട് പറയുന്നുണ്ട്. അടുത്ത് കേട്ടുകൊണ്ടിരുന്നത് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് ഇമാം മുഹമ്മദ് റഹിമഹുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ റസൂല് പറഞ്ഞെന്നറിയോ? ബനു ഇസ്രയേലികളിലെ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാള് സുഹൃതം ചെയ്യുന്ന നല്ലവനാണ്, മറ്റവന് ദുഷ്കർമ്മം ചെയ്യുന്ന ദുഷ്കർമ്മിയാണ്, താന്തോന്നിയാണ്. അവൻ അള്ളാഹുവിനെ അനുസരിക്കില്ല, പ്രവാചകന്മാരെ വഴിപ്പെടില്ല, ആരാധനകൾ നിർവഹിക്കില്ല. ഒരാളോ നല്ല സൽക്കർമ്മിയാണ്, നല്ല സ്വഭാവക്കാരനാണ്, നല്ല സൽസ്വഭാവിയാണ്. പക്ഷെ ഈ നല്ലവൻ ഈ മോശപ്പെട്ട ജീവിതം നയിക്കുന്നവനെ എന്നും ഇങ്ങനെ ഉപദേശിക്കും, എടാ നീ നന്നാകണം, നീ നന്നാകണം, നീ നല്ലത് ചെയ്യടാ, ജീവിതം കുറച്ചല്ലേ ഉള്ളൂ, ആയുസ് കുറച്ചല്ലേ ഉള്ളൂ, നീ നല്ലത് ചെയ്. ഒരു ദിവസം ഈ പാപിയായ മനുഷ്യന് സഹികെട്ടിട്ട്, ഉപദേശം കേട്ട് 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 സഹികെട്ടിട്ട് ഈ ഉപദേശിയായ സൽക്കർമ്മിയോട് പറഞ്ഞു, ഖല്ലിനീ വറബ്ബീ, എന്റെ കാര്യം ഞാൻ പടച്ചോന് കൊടുത്തോളാ, എന്നെയും എന്റെ റബ്ബിനെയും അങ്ങ് വഴിക്ക് വിട്ടേക്ക്. നിന്നെ എന്നെ നോക്കാൻ അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ലല്ലോ, നീ എന്റെ റഖീബല്ലല്ലോ, എന്റെ നിരീക്ഷകൻ നീയല്ലല്ലോ. അതുകൊണ്ട് ഖല്ലിനീ വറബ്ബി, എന്നും ഞാനും എന്റെ റബ്ബുമായി കൊള്ളാം, നീ നിന്റെ പണി നോക്കടാ. ഉപദേശിയായ നല്ലവനോട് മോശപ്പെട്ടവൻ പറഞ്ഞു. നമ്മൾ പ്രസംഗിക്കാണ് കഞ്ചാവിനെതിരെ. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാം, മൊയിലേറെ പണി നോക്കിയാൽ എന്ന് പറഞ്ഞാൽ തീർന്നവിടെ, മിണ്ടരുത്, പിന്നെ മിണ്ടരുത്. പക്ഷെ ഈ മാനിൻ എന്ത് ചെയ്തു? ഈ സൽക്കർമ്മിയായ ഈ നല്ല മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലാ യുദ്ഖിലുകല്ലാഹുൽ ജന്ന, പടച്ചോനാണ് നിനക്കല്ല സ്വർഗം തരൂല, അള്ളാഹു നിന്നെ സ്വർഗത്തിലെ കയറ്റൂല. കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാഥം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സൽസബീലിന്റെ കല്ലാറിന്റെ തേനാറിന്റെ പാലാറിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ അല്ല നിന്നെ കടത്തൂല എന്ന് പറഞ്ഞു. ലാ യഗ്ഫിറുല്ലാഹു ലക, നിനക്കല്ല പുറത്തു തരില്ല എന്ന് സൽക്കർമ്മിയായ മനുഷ്യൻ പറഞ്ഞു. ആരോട്? ജീവിതത്തിൽ നന്മ ചെയ്യാത്ത മനുഷ്യനോട് പറഞ്ഞു.
സഹോദരങ്ങളെ, അവന്റെ മനസ്സിനകത്ത് വല്ലാത്ത വേദന തോന്നി. ആരംഭപ്പൂവിന്റെ ഈ സംഭവ വിശദീകരണം കേട്ടിട്ട് തലയിലൊരു മാടപ്രാവ് വന്നിരുന്നാൽ തലയണക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ ജാഗ്രതയോടെ സംഭീതരായി സഹാബത്ത് നോക്കിയിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ പവിഴ ചുണ്ടുകളിലേക്ക് നോക്കിക്കുന്ന സഹാബത്തിനോട് അള്ളാന്റെ മുത്തു പറയുകയാണ്, ഇവർ രണ്ടുപേരും മരിച്ചു. അള്ളാന്റെ മുന്നിലെത്തുമ്പോ ജീവിതത്തിൽ സുഹൃതം ചെയ്യാത്ത താന്തോന്നിയായി ജീവിച്ച ഏറ്റവും മോശപ്പെട്ട ജീവിതം ചെയ്യിച്ച മനുഷ്യനോട് അള്ളാഹു പറയുന്ന വാക്കെന്തെന്നറിയോ? ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പൊയ്ക്കോളൂ. പാപിയായ മനുഷ്യനോട് അല്ലാഹു പറയും സ്വർഗത്തിൽ പൊയ്ക്കോളാൻ. സുഹൃതങ്ങൾ ചെയ്ത ഉപദേശിയായ മനുഷ്യൻ അടുത്തേക്ക് വിളിച്ചിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, എടോ, നിന്നോട് ആര് പറഞ്ഞു ഞാൻ അവന് പുറത്തു കൊടുക്കൂലാന്ന്? നിന്നോട് ആര് പറഞ്ഞു ഞാൻ അവന് സ്വർഗം കൊടുക്കൂലാന്ന്? എന്റെ പണി നീ ഏറ്റെടുത്തോ. ഉദ്ഖുലുന്നാർ, കിടക്കടാ നരകത്തില്. ആര് ചോദിക്കാനുണ്ട്? അള്ളാഹുവേ, താൻ തോന്നിയ സ്വർഗത്തെ വിട്ടതെന്തെന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സൽക്കർമ്മിയെ നരകത്തിലിട്ടതെന്തിനാണെന്ന് ചോദിക്കാൻ സംഘടനകളുണ്ടോ? ഇല്ല. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരമെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവേ നിനക്ക് മാത്രമാണെന്ന് ലോക ജനത വിളിച്ചു പറഞ്ഞു. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ആർക്കൂല്ല, നീ തന്നെയാണല്ല. ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യനെ അല്ലാഹു തആല പാപിയെ സ്വർഗത്തിലിടാനും സൽക്കർമ്മിയെ നരകത്തിലിടാനും സ്വാതന്ത്ര്യമുള്ളത് ഫഇലു കുല്ലി മുംകിനിൻ ഔ തർക്കു, തോന്നും പോലെ ചെയ്യാനുള്ള അവകാശം അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരെ നരകത്തിലാക്കാൻ പോണ്ട, നമ്മൾ ആരെ നരകത്തിലാക്കാൻ പോണ്ട. നമ്മൾ എന്തിനാണ് ഗാന്ധിജിക്ക് സ്വർഗം കൊടുക്കുന്നത്? നമ്മൾ എന്തിനാണ് മദർ തെരേസയ്ക്ക് നരകം കൊടുക്കുന്നത്? നമ്മൾ എന്തിനാണ് ഓരോ ആളുകൾക്ക് നരകവും സ്വർഗം കൊടുക്കാൻ പോകുന്നത്? അവനവൻ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ? അതല്ലേ വേണ്ടത്? കാരണം നമ്മുടെ ഡ്യൂട്ടി എന്താണ്? നമ്മൾ മറ്റൊരാളെ ഉപദേശിക്കാം, സൽക്കർമ്മങ്ങളെ പറ്റിയിട്ട് ഗുണദോഷിക്കാം, ഇതൊക്കെ ചെയ്യാം. ഏതുവരെ? നീ നിന്റെ പണി നോക്കടാ എന്ന് പറയുമ്പോ നമ്മളെ പണി അവിടെ അവസാനിപ്പിച്ചിരിക്കണം, നമ്മുടെ പണി അവിടെ തീർത്തേക്കണം. അല്ലാതെ ഇനി അവന് സ്വർഗത്തിലാണ് നരകത്തിലാണെന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു പോകുന്ന, അവനെ പറ്റി ചികഞ്ഞന്വേഷണം നടത്തുന്ന പണി നമ്മുടെ ഡ്യൂട്ടിയല്ല. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. 1 മണിക്കൂറാകാൻ പോവാൻ, 1 മണിക്കൂറാകാൻ പോവാൻ. ശ്രദ്ധിച്ചോളീൻ, ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഒരാൾക്കും പാടില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെയും ആദരവോടെയും പറയുന്നു, ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ സഹോദരങ്ങളെ. കാലം വല്ലാതെ മോശമാണ്, അന്തരീക്ഷം മലിനമാണ്, ജീവിത സാഹചര്യങ്ങൾ വല്ലാത്ത ഒരു പ്രതികൂല അവസ്ഥയിലാണ്. മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ തീരെ എടുത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. 4 ഭാഗത്ത് കഴുകന്മാര് വട്ടമിട്ട് പറക്കുകയാണ്, പരുന്ത് പട്ടമിട്ട് പറക്കുകയാണ്, വട്ടമിട്ട് പറക്കുകയാണ്. നമ്മളെ കൊത്തി നുറുക്കാൻ വേണ്ടിയിട്ട് 1000 കണ്ണുകളോടെ രൗദ്രതയോടെ ഇന്ന് ഹിംസാത്മകമായ നിലയിൽ ഇന്ന് 4 ഭാഗത്ത് ആളുകൾ ഇന്ന് കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈമാനികമായ ആവേശവും പരിവേഷവും നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ തേടണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതല്ലാതെ ആരാന്റെ കാര്യങ്ങൾ നോക്കി നടക്കേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒരുത്തന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് നിന്റെ തന്ത അല്ലെങ്കിൽ നിന്റെ തള്ള എന്നൊക്കെ വിളിക്കുമ്പോ, അല്ലെങ്കിൽ അവനെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുമ്പോ ചിന്തിക്കണം, ബാക്കി 3 വിരലും നിന്റെ നെഞ്ചത്തേക്കായിരിക്കുന്നത്. ഒരുത്തന്റെ ഈ വിരലിന്റെ പേരെന്താ? ഖിൻസർ, ബിൻസർ, വുസ്ത, മുസബ്ബിഹ, ഇബ്ഹാം. ഇതാണ് വിരലുകളുടെ പേര്. ഖിൻസറും ബിൻസറും വുസ്തയും മുസബ്ബിഹായും ഇബ്ഹാമും. ചെറുവിരൽ, അതിനുശേഷം ഇങ്ങോട്ടുള്ള 4 വിരലുകളിൽ 2 പേരുള്ള ഒരൊറ്റ വിരലേ ഉള്ളൂ, അത് ഈ വിരലാണ്. ഈ വിരലിന് മുസബ്ബിഹ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ മറ്റൊരു പേരും കൂടിയുണ്ട്, സബ്ബാബത്ത്. എന്താ സബ്ബാബത്ത് എന്ന് പറഞ്ഞാൽ? ചീത്ത പറയുന്ന വിരല് എന്ന്. ഈ വിരലിനാണ് ചീത്ത എന്ന് പറയുന്ന വിരല്.
ഈ വിരൽ ചീത്ത വാക്കെന്ന് പറയാൻ അല്ലെങ്കിൽ ചീത്ത പറയുന്ന വിരലെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ആരും ഒരുത്തന്റെ നേരെ ചെറുവിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കാറില്ല. നമ്മൾ ചൂണ്ടുന്നത് ഈ ചൂണ്ടുവിരലാണ്. ഇങ്ങനെ ചൂണ്ടിട്ടാത്തന്നെ സംസാരിക്കുന്നു. അപ്പൊ നോക്കേ, 3 വിരൽ എന്റെ നേരെയാണ്. 3 വിരൽ എന്റെ നേരെയാണ്. എന്തിന് നമ്മൾ ആരാന്റെ ഔറത്തിലേക്ക് നോക്കണം? അതുകൊണ്ട് അള്ളാഹു ശക്തമായി തജസ്സുസ്, സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഇനി ചിലർക്ക് വേറൊരു പരിപാടി ഉണ്ട്. എന്താണെന്നറിയോ? ഇപ്പോ 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുക, അൻവരിയും പിന്നെ ഉസ്താദും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ അവര് ചിന്തിക്കുന്ന എന്താണ്? അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കാൻ. അങ്ങോട്ട് നോക്കുന്ന എന്തിനാണ്? നന്നായിട്ട് കാത് ഇവരുടെ നേരെയായി. അപ്പൊ നന്നായിട്ടത് കേൾക്കാം. ഒരാളുടെ രഹസ്യ സംഭാഷണത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവൻ അള്ള കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? അവരെന്തോ സംസാരിക്കട്ടെ, നമ്മൾ എന്തിനാണ് പോയി നിന്നിട്ട് ഇങ്ങനെ ചെകിട് കൊടുത്ത് കേൾക്കുന്നത്? അത് പാടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഇസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ വഹും ലഹു കാരിഹൂൻ. ഒരു സമൂഹം പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാതെ നീ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ സുബ്ബ ഫീ ഉദുനൈഹിൽ ആനിഖു യൗമൽ ഖിയാമ, പരലോകത്ത് വെച്ച് അല്ലാഹു നിന്റെ കാതുകളിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈയം ഉരുക്കി നിന്റെ കാതിൽ അല്ലാഹു ഒഴിക്കും. അത് വലിയ കാര്യമാണോ? അവിടെ ചെല്ലുമ്പോ അറിയാം. ചില ആളുകൾക്ക് വേറൊരു പണിയുണ്ട്. എന്താണെന്നറിയോ? ആരെങ്കിലുമൊക്കെ അടുത്തിരിക്കുക മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനെ നോക്കും, ഇവൻ ആർക്കാ മെസ്സേജ് അയക്കുന്നേ നോക്കും. അങ്ങനെ നോക്കുന്നവൻ എന്താ അള്ളാന്റെ റസൂല് പറഞ്ഞ ശിക്ഷ എന്നറിയോ? മൻ അല്ലറ ഫീ കിതാബി അഖീഹി ബിഗൈരി ഇദ്നിഹി. ഒരുത്തൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ അവന്റെ പെർമിഷൻ ഇല്ലാതെ അതിലേക്ക് നോക്കിയാൽ, വാട്സപ്പ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കിതാബി അഖീഹി, തന്റെ സഹോദരന്റെ എഴുത്ത്, അത് ഫേസ്ബുക്കിലാകാം, വാട്സപ്പിലാകാം, പേപ്പറിലാകാം, എന്തോ ആകാം. അവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും അവൻ നരകത്തിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ.